കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. എന്നാൽ ആ കേൾക്കുന്ന കഥ കെട്ടുകഥകൾക്കപ്പുറം ഒരു യാഥാർത്ഥ്യം കൂടിയാണെങ്കിൽ ഇത്തിരി കൗതുകം തോന്നിയേക്കാം അല്ലേ? ഏതുകൊണ്ടും പെരുമ കൊണ്ടും കടലേഴും കടന്ന കഥകളാണ് കോഴിക്കോടിന് പറയാനുള്ളത്. കലയും കാവ്യവും സൽക്കാരവും ഒറ്റനൂലിൽ കോർത്ത് സുന്ദരിയായ കോഴിക്കോടിന്റെ മൊഞ്ചൊന്ന് കാണാൻ തീരത്തേക്കൊന്നിറക്കി നോക്കണം. ഉച്ചവെയിലും ചാഞ്ഞു തുടങ്ങിയാൽ ചായം തേച്ച ക്യാൻവാസ് പോലെ ചുവന്നിരിക്കുന്ന ആകാശം, കടലിനെ ചുംബിച്ചുകൊണ്ട് ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സൂര്യൻ, തീരത്തെ തലോടുന്ന അലമാലകളും കണ്ടുകൊണ്ട് അറിയാതെ നമ്മളിൽ ഓരോരുത്തരും ഉള്ളുകൊണ്ട് പറഞ്ഞു പോകും, കോഴിക്കോട് ഒരു മൊഞ്ചത്ത് തന്നെയാണ്. തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അൽവ മനസ്സുള്ളൊരി കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്. കായമറുത്ത് തരാടോ, കറുമുറ വയറിന് വച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. കൽവില് തേനൊഴുകണ കോഴിക്കോട്. വർണ്ണനകൾ കൊണ്ട് കോഴിക്കോടിനെ ധന്യമാക്കുമെങ്കിലും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൂട്ടം മനുഷ്യർ വസിക്കുന്ന നാടുകൂടിയാണ് കോഴിക്കോട്.
അറബിക്കടലിന്റെ അലമാലകളെ വകഞ്ഞു മാറ്റി നിരവധി കൂറ്റൻ കപ്പലുകൾ കോഴിക്കോടിന്റെ ബേപ്പൂർ തീരത്തേക്കെത്തി. ഈന്തപ്പന പൂത്തു നിൽക്കുന്ന ചുട്ടുപഴുക്കുന്ന മണൽത്തരികൾ കാറ്റിൽ പറക്കുന്ന അറേബ്യൻ മണലാരിന് തോന്നുന്നു. അത്തറിന്റെ മണമുള്ള വെളുവെളുത്ത കന്തൂറിയുടെ അറബികൾ കാപ്പാടിന്റെ തുറമുഖത്ത് നങ്കൂരമിട്ടു. കച്ചവട ആവശ്യത്തിനായി വന്ന അറബികൾക്ക് കോഴിക്കോടിനെയും കോഴിക്കോടിന്റെ സംസ്കാരത്തെയും വല്ലാതെ ഇഷ്ടപ്പെട്ടു. കോഴിക്കോടും അറബികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ അറബികളുമായി കെട്ടുബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ച കോഴിക്കോടിന് ആർജവമുള്ള കരുത്തുറ്റ ഒരു ഇതിഹാസ ജനത വളർന്നു. വരുന്നു ഞാൻ നിന്നരികിൽ ചൊല്ലാനായി ഒരു ഇഷ്കിൻ ഗാനം നിൻ കാതിൽ മൽഹാറിൽ പതിയെ പാടാൻ. ആഹാ 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 രാജാവല്ല മലബാറിലെ മധൂരും പറയക്കഥയാണേ. എൻ കളിത്തോഴി വരുന്നു ഞാൻ നിന്നരികിൽ ചൊല്ലാനായി ഒരു ഇഷ്കിൻ ഗാനം നിൻ കാതിൽ മൽഹാറിൽ പതിയെ പാടാൻ. ആഹാ ആഹാ തന്റെ മെയ്ക്കരുത്ത് കൊണ്ടും കൂർമ്മ ബുദ്ധി കൊണ്ടും ആധീനന്മാർ കോഴിക്കോടിന്റെ കപ്പൽശാലകളിൽ അമ്പലച്ചുമകളായി ചലിക്കുന്ന കെട്ടിടങ്ങളിലൂടെ പടുകൂച്ച കപ്പലുകൾ പടിയിറക്കി. കോഴിക്കോടിന്റെ പേരും പെരുമയും ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിർത്തികളിൽ ഭേദിച്ച് കടൽ കടന്നു. കറുപ്പും വെളുപ്പും കലർന്ന ആ അത്ഭുത മനുഷ്യരെ നോക്കി കാലം ഒരു ഓമന പേരിട്ട് വിളിച്ചു. അതെ, ഖലാസികളെന്ന്. അന്നത്തെ അന്നത്തിനു വേണ്ടി രാവന്തിയോളം പണിയെടുക്കുന്ന ഖലാസി കൂട്ടങ്ങളെ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. കപ്പൽ നിർമ്മാണശാലകളിലേക്ക് ആവശ്യമായ കൂറ്റൻ മരത്തടികൾ ഒരു കപ്പിയും കയറും ഉപയോഗിച്ച് ഒരു പ്രത്യേക ഈരടികൾ കോർത്തിണക്കി പാട്ടും പാടി തോളിലേറ്റി ലോറിയിൽ കയറ്റുമ്പോൾ ആ മരത്തടികൾക്ക് കിണ്ടൽ കണക്കെ ഭാരമുണ്ടാവും. അതുകൊണ്ട് തന്നെ ആധുനിക ക്രെയിനുകൾ പോലും തോറ്റുമടങ്ങിയ സ്ഥലങ്ങളിൽ കോഴിക്കോടിന്റെ ഖലാസിയ ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചു. മുസ്ലിം സഹോദരങ്ങളുടെ ആരാധന കേന്ദ്രമായ മക്ക, അതെ, മക്കയുടെ കൂറ്റൻ ക്ലോക്ക് ടവർ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഖലാസികൾ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ പല ആപത്ത് ഘട്ടങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് ഖലാസി.
1988 ജൂലൈ 8. ബംഗളൂരുവിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളക്കാരുടെ തലസ്ഥാന നഗരിയിൽ കടന്ന് കന്യാകുമാരിയിലെത്തേണ്ട ഐലൻഡ് എക്സ്പ്രസ് എന്ന തീവണ്ടി പതിവിലും നേരത്തെ യാത്രക്കാരെയും കൊണ്ട് ചൂളം വിളിച്ച് കേരളക്കരയുടെ വഴിമാറിലൂടെ ചീർപ്പാണ്. കളിച്ചും ചിരിച്ചും പാതി മയക്കത്തിലുമായി മുതിർന്നവരും കുട്ടികളുമായി നിരവധി കമ്പാർട്ട്മെന്റുകളുമായി ആ തീവണ്ടി കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിൽ. കാലത്തിന്റെ കുത്തൊഴുക്കിലോ വിധിയുടെ വിളയാട്ടത്തിലോ എന്നറിയില്ല. അഷ്ടമുടി കായലിന്റെ കോൺക്രീറ്റ് തൂണുകൾക്ക് മീതെ നിവർന്നു കിടക്കുന്ന പാലത്തിൽ നിന്നും 14 ബോഗികൾ കായലിലേക്ക് കൂട്ടുകുത്തി. ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം, മരണത്തിന്റെ മാലാഖമാരെ മുന്നിൽ കണ്ട് അട്ടഹാസത്തിന്റെ പ്രകമ്പനം പ്രദേശത്താകമാനം ഭീതിപ്പെടുത്തി. നാട്ടുകാരും പരിസരവാസികളും രക്ഷാപ്രവർത്തനത്തിനെത്തി 14 കമ്പാർട്ട്മെന്റുകൾ കായലിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. നിരവധി ജീവനുകൾ പൊലിഞ്ഞുകൊണ്ടിരുന്നു. ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ജീവനുകൾ പ്രാണവേദനയായിട്ട് നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ 104 ജീവനുകൾ അഷ്ടമുടി കായൽ അപഹരിച്ചു. From those around, I hear a cry, a muffled sob, a hopeless sigh. I hear their footsteps leaving slow, and then I know my soul must fly. A chilly wind begins to blow within my soul from head to toe, and then last breath escapes my lips. It's time to leave and I must go. എന്നാൽ കഥ അവിടം കൊണ്ട് തീർന്നില്ല. കായലിന്റെ ആഴങ്ങളിൽ കിടക്കുന്ന ഐലൻഡ് എക്സ്പ്രസിന്റെ ബോഗികൾ കരയിലേക്ക് എത്തിക്കാൻ ഇന്ത്യയിലെ വമ്പന്മാരായ എഞ്ചിനീയറിംഗ് ബിരുദധാരികളും ആധുനിക ക്രെയിൻ സന്നാഹങ്ങളുമായി അണിനിരന്നു.
അഷ്ടമുടിക്കായലിന്റെ ചുറ്റിലും ജനസാഗരം ഒഴുകിയെത്തി. ക്രെയിനുകൾ കായലിന്റെ അടിത്തട്ടിലുള്ള ബോഗികൾ ഉയർത്താൻ ശ്രമം ആരംഭിച്ചു. എന്നാൽ വിധി പോലും തോറ്റുപോയി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ആധുനിക സൗകര്യങ്ങൾ പോലും അടിയറവ് പറഞ്ഞ് തോറ്റു പിന്മാറിയ അഷ്ടമുടിക്കായലിനെ ലക്ഷ്യമാക്കി കോഴിക്കോട് നിന്നും പുറപ്പെട്ടു. ആർത്തിരമ്പുന്ന തിരമാല പോലെ, കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയ ഖലാസികളെ കണ്ട് ഉദ്യോഗത്തിന്റെ വെളുത്ത വസ്ത്രധാരികളായ ആളുകൾ പറഞ്ഞപ്പോൾ ഇവര് കപ്പയും കയറുകൊണ്ട് എന്ത് ചെയ്യാനാണ്? എന്നാൽ കായലിന് ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് മുന്നിൽ ഒരു ചെറുപുഞ്ചിരിയോടെ ഖലാസികൾ അവരുടെ ജോലി ആരംഭിച്ചു. കപ്പിയും കയറും കോർത്തിണക്കി കായലിന്റെ ആഴങ്ങളിലേക്ക് ഒളിയിട്ടു. കായലിന്റെ കര ഒരു നിമിഷം നിശ്ചലം. പെട്ടെന്നതാ ഓളിയിട്ട ഖലാസികൾ കരയിലേക്ക് അടുക്കുന്നു. വരിഞ്ഞു കിട്ടിയ കയറിന്റെ അറ്റം പിടിച്ച് അവർ ഏതാനും ചില പീരടികൾ അട്ടഹാസത്തോടെ പ്രകമ്പനം കൊള്ളിച്ചു. അത് കേട്ട് കൂട്ടാളികളും ഏറ്റുപാടി. വിധി പോലും പകച്ചുപോയ നിമിഷം. ആഴങ്ങളിൽ ആണ്ടുപോയ 14 കമ്പാർട്ട്മെന്റുകളിൽപ്പെട്ട ഒരു കമ്പാർട്ട്മെന്റ് കായലിന്റെ ഓളപ്പരപ്പിലേക്ക് നീങ്ങപ്പെട്ടു.